പിന്നെ കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. കൈസിന്റെ ഓഫീസിലെ നമ്പർ ആരാണ് ഷാജിദയ്ക്ക് കൊടുത്തതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ ഷാജിദ ഫേക്ക് ഒരു കോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് താൻ പോലീസാണെന്നും പറഞ്ഞും കൊണ്ട് കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് എന്ന് പറഞ്ഞും കൊണ്ട് ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മിസ്യൂസ് ചെയ്തുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ പ്രകാരം കേസ് എടുക്കാൻ പറ്റും. കാരണം വ്യാജ പോലീസ് ചമഞ്ഞുള്ള ഒരു പരിപാടി ഷാജിദ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് സ്വമേധയാ ഷാജിദയ്ക്കെതിരെ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പും കൂടിയാണ് കോൾ റെക്കോർഡ് അടക്കമുണ്ട് ഷാജിദ മൂഞ്ചി. ഉള്ള കാര്യം പറയാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. ഷാജിദയും കൈസും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഷാജിദയ്ക്ക് എവിടെ നിന്നാണ് കൈസിന്റെ ഓഫീസ് നമ്പർ കിട്ടിയത്? പ്രത്യേകിച്ച് കൈസിന്റെ പേഴ്സണൽ നമ്പർ കിട്ടിയിട്ടില്ല, ഓഫീസ് നമ്പറാണ് കിട്ടിയത്. അവിടെ വിളിച്ചിട്ട് പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ കൊടുത്തത് ഒരു നാറിയാണ്. ഇവൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരുത്തൻ തന്നെയാണ്. എനിക്ക് അവനെ വ്യക്തമായിട്ട് അറിയാം. അവൻ നാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരനാറി പരിപാടിയാണ് അവൻ പണ്ടേ കാണിക്കുന്നത്. ഒരു സമയത്ത് കൈസിനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൈസ് തിരിച്ച് നല്ല പോലെയായിട്ട് അങ്ങോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തെറി തിരിച്ച് വിളിച്ച് അണ്ണാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാറയ്ക്ക് അത് ഏവനാണ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അവനെ കുറിച്ചും പറയാം. എന്തായാലും നമുക്ക് ഒരു അരിവേന്ന് ആദ്യം എന്താണ് എന്ന് കൈസ് പറയുന്നൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഇവള് പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. പെണ്ണ് ഒരുമ്പെട്ടാരെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതന്നെ. സ്വന്തം ഉമ്മാനെ വരെ ചെളിവാരി അടിച്ച് ഇവക്ക് ഇതൊന്നും വലിയ ഉളുപ്പുള്ള കേസൊന്നുമല്ല. അവൾ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. എന്ത് കഞ്ഞി പരിപാടിയും കാണിക്കും. അതിന് എല്ലാം ചുക്കാൻ പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് ഷാജിദ. പിന്നെ ഷാജിദയുടെ നമ്പർ പബ്ലിക്കായിട്ട് ഷാജിദ തന്നെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഗൂഗിൾ പേയിലോ അല്ലാതെ ഉണ്ടെങ്കിൽ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ടാണ് കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ നമ്പർ ഒരു നാറ് കൊടുത്തിട്ടുള്ള. ഒരു കൊല്ലംകാരനാ. ആരാണെന്ന് ഈ വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മനസ്സിലാവും. എടാ നാറി, നിനക്ക് ഉളുപ്പുണ്ടോ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ ഇടയിൽ കിടന്ന് കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ നിനക്ക് നാണമില്ലടാ നാറി. അതുപോലെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് കൈസ് പണ്ട് ആരോ വന്നപ്പോ മറ്റേ ഡോർ തുറന്ന് ബാക്കിൽ കൂടി ഓടിയെന്നൊക്കെ ചുമ്മാ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുന്നത്. എനിക്ക് ആ കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയാം. ചുമ്മാ ഇല്ലാത്ത കഥ പറഞ്ഞ് അവനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് കുറെ നാറികൾ ശ്രമിക്കുന്ന കുറച്ച് ഊള പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. എവിടുന്നോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാണ്. പിന്നെ ആരാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ ഷാജിദക്ക് കൊടുത്തതെന്നും അയാൾ അങ്ങോട്ട് വിളിച്ച് എന്ത് ഉദ്ദേശം കൊണ്ടാണ് കൊടുത്തതെന്നും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ആ വ്യക്തിക്കിട്ടുള്ള പണി വേറെ വരുന്നുണ്ട്. അത് വേറെ കാര്യം. നീ തീർന്നട മോനെ, തീർന്നു. ഇനി അത് അവിടെ നിൽക്കട്ടെ. ആ വ്യക്തി അത്യാവശ്യം ഒളിവിലും മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു തരാം. അത്യാവശ്യം ഒരുപാട് സ്ത്രീകൾ അവനെതിരെ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു തനൂജ ലൂപ്പിലൊക്കെ പെട്ട കുറെ പേര് അവനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു വൃത്തികെട്ട ജന്തുവാണ് അവൻ എന്നുള്ള കാര്യം അവൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്റെ കൂടെ നിന്നിട്ട് എനിക്കിട്ട് കുതുകാലി വെട്ടി ഒരുത്തനും കൂടിയാണ് അവൻ. വളരെ ഒരു ഊളയാണ് അവൻ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് അവന്റെ പേര് പറയാൻ പോലും പുച്ഛമാണ് തോന്നുന്നത്. എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു ഊളയുടെ പേര് വന്ന് എന്റെ ചാനലിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. റീസെന്റ് അവൻ എനിക്കെതിരെ ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു ക്ലൂ ആയിട്ട് നിങ്ങളങ്ങ് കണ്ടോ. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4:45 ആയി കാണും. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരികയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കൈസ എന്ന് പറയുന്ന ആള് ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ എടുത്തത് റിസപ്ഷനിസ്റ്റ് ആണ്. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലാക്കുന്നത് ഷാജിദ ഷാജനാണെന്നുള്ളത്. അവൻ നൈസായിട്ട് ഞങ്ങൾ പറയാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. റിസപ്ഷനിൽ മാത്രമല്ല കേട്ടോ, മാനേജറും വിളിച്ച്. എന്നിട്ട് പുള്ളിക്കാരനോടും ഇതേ കാര്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്ത് ഊള പരിപാടിയാണ് ഷാജിദ കാണിച്ചെന്ന് നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് സംസാരിച്ചൂടെ? എന്നാൽ അവനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തൻ പറഞ്ഞു കൊടുത്ത അതേ പ്ലാൻ സ്വീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്ത കഥകളും കേട്ടുകൊണ്ട് ഷാജിദ ഈ നാറിയ പരിപാടി കാണിച്ച്. അതായത് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ച് ഇവനെ നാറ്റിക്കാൻ ശ്രമിച്ചു. സ്വന്തം ഉമ്മാനെ വരെ നാറ്റിച്ച ഷാജിദയ്ക്ക് ഒരു ഉളുപ്പുമില്ല ഇങ്ങനെയും ചെയ്യാനുള്ള ചങ്കൂറ്റൊക്കെ ഉണ്ട്. അത് വ്യക്തമാണ്. പിന്നെ പോലീസാണെന്ന് പറഞ്ഞും കൊണ്ടാണ് ഷാജിദ അവിടെ വിളിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കോൾ റെക്കോർഡ് അടക്കം കൈസ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഷാജിദയ്ക്കെതിരെ നല്ലപോലെ നടപടിയെടുക്കാം. പോലീസിന് സ്വമേധയെ കേസെടുക്കാനുള്ള വകുപ്പാണ്. എന്തായാലും ഇതുമായി മുന്നോട്ട് മൂവ് ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെയെങ്കിലും അവളൊന്ന് പെടണം. കാരണം പോലീസ് എന്ന് വ്യാജേന കള്ളക്കഥ ഉണ്ടാക്കി ഞാൻ പോലീസാണെന്ന് സ്വന്തമായി പറഞ്ഞുകൊണ്ട് പാലക്കാട് സ്റ്റേഷനിൽ നിന്നും ആണെന്നും പറഞ്ഞും കൊണ്ട് ഇങ്ങനെ ഒരു വ്യാജ കോൾ ക്രിയേറ്റ് ചെയ്ത് ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ജാമ്യമില്ലാ വകുപ്പിൽ അകത്താകും ഷാജിദ എന്നും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഹലോ, കൈസല്ലേ? കൈസല്ലേന്ന്
കൈസ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണേ. എവിടുന്നായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസ ആണോ? കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? യൂട്യൂബ് ചാനലിന്റെ കൈസ ഇറ്റ്സ് മീ കൈസ എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് 4 വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോ എന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടൊന്ന് പറയണേ. ഞാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. അയ്യോ, കേട്ടാലും പറയും പോലീസ് എന്ന് വെച്ചായിരിക്കുന്നു. എടോ, ഞാൻ ചിരിച്ച് ചത്ത് സത്യം പറഞ്ഞ ഈ ആദ്യത്തെ സമയത്ത് കേട്ടപ്പോ എന്ത് ബദൂരി പരിപാടികളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. പോലീസ് എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ കാര്യത്തിലോ അല്ല വിളിക്കുന്നത്, നേരിട്ട് എന്നെ വിളിക്കും. എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ സ്ഥാപനത്തിലായിരിക്കില്ല വിളിക്കുന്നത്, അവർ നേരെ വീട്ടിലോട്ട് വരും. ഇതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് സ്ഥാപനത്തിലും വിളിച്ച് അയൽവാസിയൊക്കെ വിളിച്ചിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുറിയൊക്കെ ഇട്ട് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. അവരാദ്യം നമ്മളെ കോൺടാക്ട് ചെയ്യും. കിട്ടിയില്ലെങ്കിൽ മാത്രമേ വേറെ വഴി നോക്കത്തുള്ളൂ. അതും ഓഫീസിലൊന്നും വിളിക്കത്തില്ല, നേരെ ഒന്ന് തൂക്കിയെടുത്തോണ്ട് പോകും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ പോലീസാണെന്ന് പറഞ്ഞ് പോലീസുകാർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കല്ലേ ഷാജിദ. എന്തായാലും ഷാജിദക്കെതിരെ കേസെടുക്കാൻ ഈ ഒരു ഒറ്റ വോയിസ് മാത്രം മതി. ഇമാതിരി ഫ്രോഡ് പരിപാടി താൻ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിപ്പും തട്ടിപ്പും നടത്തി എന്നുള്ള ഒറ്റ കാര്യം മതി. ജാമ്യമില്ലാതെ അകത്ത് കിടക്കും ഷാജിദ. കൺഫേം 100% എഴുതി ഒപ്പിട്ട് ആ വകുപ്പാണ് ഷാജിദ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കൊള്ളാം, നല്ല പരിപാടി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉളുപ്പില്ലാതെ ആകരുത്. ഇനി അതിനു ശേഷം ഷാജിദ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അങ്ങോട്ട് വ്യക്തമായത്. കേട്ടോക്കാം. കൈസ് മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ. ഇങ്ങനെ ഒരു കാര്യം, കൈസ് ഒരു വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്തു. ആ വ്യക്തി കൈസിനെ കാണാൻ വന്നപ്പോൾ ഇപ്പുറത്തുകൂടി കൈസ് ഓടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം മുന്നേ കുറച്ച് വ്യക്തികൾ പരത്തിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുതരാം. അഞ്ചലുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞു പരത്തിയിട്ടുള്ളത്. ഒരു നാറി അവൻ പറഞ്ഞു പരത്തിയ കേസാണ് ഈ കേസ്. അവൻ അന്ന് അവന്റെ ചാനലിൽ വന്നിരുന്നിട്ട് കണകണ എന്തൊക്കെയോ വെട്ടിത്തറന്നങ്ങ് വിടുവായിരുന്നു. ആ സംഭവമാണ് ഇപ്പൊ ഷാജിദ നൂലും പിടിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഷാജിദയ്ക്ക് നമ്പർ കൊടുത്ത ലവനാണെന്ന്. ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ. അവനെ കുറിച്ച് അറിയാത്തവരും അവൻ ഏതാണെന്ന് മനസ്സിലാത്തവരും അത്രയ്ക്ക് അറിയണമെന്ന് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. കമന്റ് ഞാൻ പറയില്ല. ആ നാറിയുടെ പേര് എനിക്ക് പറയാൻ വയ്യ. അത് തന്നെയാണ് സത്യം. ഇവനെന്ന് എനിക്ക് ഇനി എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ ഞാൻ പറഞ്ഞ നാറിപ്പോ അവൻ ഇറങ്ങി ഓടി എന്ന് പറയുന്ന ഒരു കഥ, അതൊക്കെ വെറും ക്രിയേറ്റീവ് കഥയാണ്. ഒരിക്കലും അവൻ അങ്ങനെ ഇറങ്ങി ഓടിയിട്ടൊന്നുമില്ല. ആ സംഭവമൊക്കെ എനിക്ക് അറിയാന്നുള്ളതാണ്. അവനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട്, അവന് അത്യാവശ്യം റീച്ച് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അവന്റെ ഇമേജ് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഉള്ള പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യാ. ആ പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാരെ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിന്റെ ബാക്ക് കൂടെ ഓടിയവനല്ലടാ. എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ഓഞ്ഞ വേട്ടവാളിയം വിളിച്ചു പറഞ്ഞ കുറെ ഓഞ്ഞ കള്ളക്കഥയും വിശ്വസിച്ചും കൊണ്ടങ്ങ് ഇരിക്കുകയാണ്. എന്ത് വേടേ ഷാജിദ ഇത്? അവനോ വിവരമില്ല. അവനെയൊക്കെയാണ് കൂട്ടും പിടിച്ചിരിക്കുന്നതെങ്കിൽ നീ അവതാളത്തിൽ നിന്നും പാതാളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നിനക്കുണ്ടാവുന്നത്. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ കൈസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മാനോട് സംസാരിച്ച കൈസ് എന്തേടാ എന്റെ കോള് വരുമ്പോ കട്ടാക്കി വിടുന്നത്? എന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്താടാ കൈസ നീ കട്ടാക്കുന്നത്? അതൊക്കെ ഇപ്പൊ എന്റെ ഫോണിലേക്ക് ഇന്നേ വരെ ഷാജി എന്ന പേരിൽ ഒരു കോള് വന്നിട്ടില്ല. പിന്നെ ഷാജിദന്റെ കോള് വരുമ്പോ കട്ടാക്കി വിടേണ്ട ഗതികളൊന്നും എനിക്കില്ല. അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം കൈസ. ഇവളുടെയൊക്കെ കോൾ എടുത്തിട്ട് എന്തിനാണ്? എടുക്കേണ്ട കാര്യമില്ല. ഈ നാരെ വായിക്കാത്തന്നൊക്കെ നാരെ ഓർത്താവനേ വരത്തുള്ളൂ. സ്വന്തം ഉമ്മാനെ വരെ പച്ചയ്ക്ക് അവരാധം പറഞ്ഞ് കൂട്ടിയ ഇവളുടെയൊക്കെ വായിന്ന് ഇതൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവളുടെയൊക്കെ കോൾ എടുത്തിട്ട് എന്തിനാണ് നമ്മൾ കേൾക്കാൻ നിൽക്കുന്നത്? പിന്നെ ഇവളെയൊന്നും നമുക്ക് തിരിച്ച് തെറി വിളിക്കാൻ പറ്റത്തില്ല. തെറി വിളിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ച് മറ്റാണെന്ന് നമുക്കെതിരെ കേസും കോലാണ്ടിയായിട്ട് നടക്കും. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എങ്കിലും കയറി ഇറങ്ങി നടക്കണ്ടേ? പ്രത്യേകിച്ച് നമ്മൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ അത്യാവശ്യം അന്തസ്സുള്ള ക്വാളിറ്റിയുള്ള ഒരു കേസിന് കയറി ഇറങ്ങി നടന്നാൽ അതൊരു അഭിമാനമുണ്ട്. ഇതുപോലെ തീട്ട കേസിനൊക്കെ കയറി ഇറങ്ങി നടന്നാൽ നാണക്കേടാ. ഉള്ള കാര്യം പറയാം. സംസാരിക്കടാ കൈസേ, എന്നോട് സംസാരിക്കടാ, എന്റെ മക്കളോട് സംസാരിക്കടാ മോനെ. നീ മറ്റേ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലടാ, നാക്കിൽ എനിക്ക് തന്നതല്ലടാ കൈസേ. അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ, നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ, എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ. അപ്പൊ ആ മുതലാളി പറയാ പാവം, ആ മനുഷ്യൻ പറയാ, മാനേജർ പറയാണ് അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 4 വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് എനിക്കറിയാം. പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്നാണ് അവര് പറഞ്ഞത്.
അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട്. ഓഹോ ആണോ? 4 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന കൈസ് അവൻ എന്ത് വീഡിയോസ് ആണ് യൂട്യൂബിൽ ഇടുന്നതെന്ന് അവിടുത്തെ മാനേജറിന് ഉൾപ്പെടെ അറിയില്ല. ഇത് ഷാജിദ് പറയാൻ നമ്മൾ വിശ്വസിക്കണം. ആ മാനേജർ കണ്ണടച്ചിരിക്കുകയാണല്ലോ. ഇത്രയും സബ്സ്ക്രൈബറായി ഇത്ര റീച്ചുള്ള അവന്റെ ചാനലിൽ എന്ത് കോണ്ടന്റ് ആണ് ഇടുന്നതെന്ന് മാനേജറിന് അവിടെയുള്ള സ്റ്റാഫുകൾക്കും കൂടെയുള്ള കൂട്ടുകാർക്കും ആർക്കും അറിയത്തില്ല. ഇത് ഷാജിദ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്റെ പൊന്ന് ഷാജിദെ, ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ എനിക്കൊന്നും പറയല്ലടേ, എനിക്ക് പോടേ. കേസ് നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ, എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണ് ഓരോ ഓടുന്നത്? അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ. ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്. അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഓക്കെ മോനെ കൈസേ. നീ ഹോസ്പിറ്റലല്ല കേട്ടോ, ഒരു സംഭവം ക്ലിനിക്കാണ്. അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്, ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും. ഓക്കെ, എന്റെ ഫോൺ കോളിലൂടെ എത്തുള്ളൂ. ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും. എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തരാൻ മോനെ. ഓക്കെ, നേരിട്ട് അങ്ങോട്ട് പോയിട്ട് 2 CT സ്കാനും ഒക്കെ എടുത്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് യൂറിനും ടെസ്റ്റ് ചെയ്ത് മലവും ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിപ്പോ. വ്യക്തമായിട്ട് അത്രേ ചെയ്താൽ മതി. അപ്പൊ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ശരീരത്തിലുള്ള കുഴപ്പങ്ങളാണ്. അത്രയും ചെയ്യും. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഉറപ്പ് പറയുന്നു, കൈസ് ഈ ടെസ്റ്റുകളെല്ലാം ഫ്രീ ആയിട്ട് ലാബിൽ നിന്നും എടുത്തു തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഷാജിദയ്ക്ക് 1 രൂപ പോലും വാങ്ങത്തില്ല. വണ്ടിക്കൂലിക്കുള്ള പൈസ അവൻ തന്നെ തരും. തിരിച്ച് വേണമെങ്കിൽ ഫുഡും വാങ്ങിച്ച് തന്നവൻ വിടും. ഐശ്വര്യമായിട്ട് വിടും. വേണമെങ്കിൽ പോയി കയറി കൊടുത്തോ. CT സ്കാൻ എല്ലാം ഫ്രീ ആയിരിക്കും. സത്യം, ഇത് ഞാൻ പറയുന്നു. ഇത് കൈസ് തെറ്റിച്ച് കഴിഞ്ഞാൽ കൈസിനെതിരെ ഞാൻ പ്രതികരിക്കും സുഹൃത്തുക്കളെ. ഷാജിദയ്ക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും ഫ്രീ ആയിട്ട് കൈസ് എടുത്തിരിക്കും സുഹൃത്തുക്കളെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എടാ മോനെ, ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കടാ. എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചഴിച്ചിട്ട് നീ വല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്റെ അണ്ണാക്കല് നീ എവിടെയാണ് എന്താ? ഇങ്ങോട്ട് പോലും ഞാൻ കാരണം വെച്ച് തരാം അടിച്ചു പോയിക്കാൻ. നിനക്ക് നല്ലോണം പൊള്ളുന്നുണ്ടല്ലേ ഷാജിദ? സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ കൂടെ പെറുപ്പുകളെയും കുറിച്ചും ഇല്ലാ കഥകൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ നീ ആലോചിച്ചില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ, സത്യം ഈ പുറലോകത്ത് അറിയിക്കാൻ ഒരാൾ വരുമെന്നുള്ളത്. അങ്ങനെ ഒരാൾ വന്നപ്പോൾ നിനക്ക് നല്ലോണം പൊള്ളില്ലേ? എന്നാൽ ഇനിയും നീ പൊള്ളാൻ തയ്യാറായിക്കോ. സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചും ഇല്ലാ കഥയും നുണകളും നീ പറഞ്ഞുണ്ടാക്കിയപ്പോ അവരുടെ മനസ്സിൽ പറഞ്ഞ അതേ ഡയലോഗാണ് നീ ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപരാധങ്ങളുടെ ഒരു പീക്ക് ലെവലായിട്ട് ഷാജിദയുടെ ലൈഫ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഇടയിൽ കൈസിനെ വലിച്ചിട്ട് കൈസിന്റെ സ്ഥാപനത്തിന്റെ നമ്പർ എടുത്ത് വിളിക്കുന്ന കേസൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഷാജിദയ്ക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാം. ഷാജിദയ്ക്ക് ഈ നമ്പറും തന്ന് ഈ കള്ളക്കഥകളും പറഞ്ഞ് ഉണ്ടാക്കി തന്ന ആ ഒരു പൂക്കാവടി മോനില്ലേ, അവനെ പറ്റിയിട്ട് എനിക്ക് നല്ലപോലെ അറിയാം. കൂടെ നിർത്തി കഴിഞ്ഞാൽ കുതുകാലം വെട്ടി നിന്റെ ആപ്പീസും പൂട്ടിയിട്ടേ പോകത്തുള്ളൂ ഷാജിദ. ഈ കിട്ടിയതൊന്നല്ല, ഇതിന്റെ ഇരട്ടിക്ക് 18ന്റെ പണി അവൻ നിനക്ക് ഉണ്ടാക്കി തരും. അത് വേണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ കൂട്ടുകെട്ട് വിട്ടോ. നല്ല 1-ാം തരം ഫ്രോഡാണ്, നിന്നെക്കാളും ഫ്രോഡാണ്. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എന്തായാലും കുറെ ഫ്രോഡുകളൊക്കെ ചേർന്ന് അവിടെ കൂട്ടം കൂടി അങ്ങ് ഇരുന്നോ. ചുമ്മാ വല്ല വെളിവില്ലാത്ത കാര്യങ്ങളൊക്കെ കാട്ടി കൂട്ടാതെ ഷാജിദ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ട് വേണം. ബൈ.